ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബം തിരുക്കുടുംബം വിചിന്തനത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കുടുംബത്തെ ശിഥിലമാക്കാവുന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. അതാണ് ദുരാചാരങ്ങൾ അനുകരിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ചില ദുരാചാരങ്ങൾ ഉണ്ടാകാം. നാം ദൈവമക്കളാണ്, ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് അവ നാം അനുകരിക്കരുത് എന്ന് ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തരുന്ന ദേശത്ത് നിങ്ങൾ വരുമ്പോൾ ആ ദേശവാസികളുടെ ദുരാചാരങ്ങളെ അനുകരിക്കരുത്. അവർ പ്രശ്നം വെപ്പിക്കുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ സമയം നോട്ടക്കാരുണ്ടാകാം, അതുപോലെ തന്നെ മന്ത്രവാദികളും കൂടോത്രക്കാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിലുണ്ടാകാം. അവ നിങ്ങൾ അനുകരിക്കരുത്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇങ്ങനെയുള്ള ദുരാചാരങ്ങൾ അനുകരിക്കരുത് എന്ന് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുക്കാതെ ഇങ്ങനെയുള്ള പലതിൻ്റെയും പുറകെ പോയതിൻ്റെ ഫലമായിട്ട് ഇന്ന് ശിഥിലമാക്കപ്പെട്ട പല ക്രിസ്തീയ കുടുംബങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. റോമാലേഖനം 12-ന്റെ 2-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ നിങ്ങൾ അനുകരിക്കരുത്. ലോകത്തെ അല്ല, ലോകത്തിൻ്റെ ദുരാചാരങ്ങളെ അല്ല നിങ്ങൾ അനുകരിക്കേണ്ടത്, നിങ്ങൾ യേശുക്രിസ്തുവിനെ അനുകരിക്കണം. മത്തായി 23-3-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, പറയുന്നത് പ്രവർത്തിക്കാത്ത അവരെ നിങ്ങൾ അനുകരിക്കരുത്. നമ്മൾ പറയുന്നത് പോലെ ജീവിക്കാനോടെ, വിശ്വസിക്കുന്നത് പോലെ പ്രവർത്തിക്കാനോടെ സന്നദ്ധരാകണം. അതാണ് ദൈവമക്കൾക്ക് യോഗ്യമായ ഒരു കാര്യം. 3 യോഹന്നാൻ 1-ാം അധ്യായം 11-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, തിന്മയെ അനുകരിക്കരുത്, നന്മയെ അനുകരിക്കണം. ഇതാണ് ദൈവമക്കൾക്ക് യോഗ്യമായ, ദൈവമക്കൾക്ക് ഭൂഷണമാകുന്ന ഒരു കാര്യമെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ നമുക്ക് വേണ്ടേ വേണ്ട. ഇതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട. ആരെല്ലാം നമ്മളെ അതിന് പ്രേരിപ്പിച്ചാലും അതിലേക്ക് നമ്മൾ പോകരുത്. ഇന്ന് ചിലരുടെ മനസ്സിൽ കിടക്കുന്ന ചില തെറ്റായ ബോധ്യങ്ങളുണ്ട്. ഇന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ഇന്ന കളറ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനതിൽ വിജയം കണ്ടെത്തും എന്ന് പറഞ്ഞാൽ, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇന്ന ചുരിദാർ ഇട്ട് പോയാൽ ആ പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റായ ചിന്തകൾ മനസ്സിൽ കിടക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. അതുപോലെ തന്നെ ചരട് കെട്ടിയിട്ടാൽ, ഓതിയ സാധനം കൈവശം വെച്ചാൽ അതെല്ലാം സുരക്ഷിതത്വം നൽകും എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് ബൈക്ക് യാത്ര ചെയ്യുന്നതാണ്. അപകടം വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാകാൻ വേണ്ടി ഇത് കൈവശം വെച്ചോണമെന്ന് പറഞ്ഞ് ആരോ ഓതിക്കൊടുത്ത ഒരു ഒറ്റ രൂപ പോയി. അതുമായിട്ടാണ് എപ്പോഴും യാത്ര ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ചില ദിവസം, ചില സമയം, അങ്ങനെയുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ചിലത് നല്ലതല്ല, ചിലത് ഏറ്റവും നല്ലതാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെന്ന് വരും. ഇതേക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്ന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രഭാഷകൻ 33-ന്റെ 7-ാമത്തെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ്. ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതെന്ന് എങ്ങനെ നിനക്ക് പറയാൻ പറ്റും? പറയുണ്ട്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചൊവ്വായും ബുധനും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഇനി 8 മണിയാണേലും 9 മണിയാണേലും അത് ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ ആശ്രയത്വം ദൈവത്തിലാണ്. അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ അത് കൈവശം വച്ചാൽ, വീട്ടിൽ വച്ചാൽ അതുമൂലം ഉണ്ടാകാവുന്ന നാശത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ന്യായാധിപന്മാർ 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം, ഗിദെയോന് കിട്ടിയ ആഭരണങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു എഫോദ് ഉണ്ടാക്കി. ഇനി അതിനെ ആരാധിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽക്കാരെയും അതിനെ ക്ഷണിച്ചു. അത് അവർക്കൊരു കെണിയായി മാറി എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുക.
2 മക്കബായർ 12-ാം അധ്യായം 40 മുതൽ വായിക്കുമ്പോൾ, മരണപ്പെട്ട ചിലരുടെ വസ്ത്രത്തിനുള്ളിൽ യാമിനിയായുടെ ആ ഒരു വിഗ്രഹങ്ങൾ, അതിൻ്റെ ചില തകിടുകൾ അവർ സൂക്ഷിച്ചിരുന്നതായിട്ട് കാണപ്പെട്ടു. ഇനി അവിടെ യൂദാസ് മക്കബേയുസ് പറയുന്നത് കാണാൻ സാധിക്കും. ഇവർ മരണപ്പെടാനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ദൈവമക്കൾക്ക് നിഷിദ്ധമായ കാര്യമാണ്. അതാണ് അവർ കൈവശം വെച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് എന്ന് ഈ പ്രവാചകൻ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം 19-ാമത്തെ വചനം എടുത്താൽ അവർ കുറേ സാധനങ്ങളെടുത്ത് തീയിലേക്ക് എറിയുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം ദുരാചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കളായിരുന്നു. അതെല്ലാം കൂടെ അവരെടുത്ത് തീയിലെറിഞ്ഞുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അനാചാരങ്ങൾ അതിൻ്റെ പുറകെ നമ്മൾ പോയാൽ അത് നമ്മുടെ കുടുംബത്തെ ശിഥിലമാക്കും, നമ്മുടെ വ്യക്തി ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് പൈശാചിക ബന്ധനം നേരിടുന്ന കുടുംബങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനാണ്. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളും യേശുവിൻ്റെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് നമുക്കിപ്പോൾ കുടുംബ പ്രതിഷ്ഠയിൽ പങ്കുചേരാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറി യൗസേപ്പ് പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിനി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകമാസകലമുള്ള എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.